ഗായ്സ് ഇപ്പൊ ചുമ്മാ വീട്ടിലിരുന്ന് പോത്തിറച്ചി വല്ലാത്തൊരു അങ്ങനെ വണ്ടി എടുത്തിട്ട് നേരെ ടൗണിലേക്ക് കുറച്ച് ഇറച്ചി വാങ്ങി സൂപ്പർ മാർക്കറ്റിൽ കയറി 2-3 സാധനങ്ങൾ വാങ്ങി നമ്മൾ നേരെ വീട്ടിലോട്ട്. അപ്പൊ ഇന്ന് നമുക്കൊന്ന് ഒരു ബീഫ് കൊണ്ടാട്ടം ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ കുക്കറിലോട്ട് ഇറച്ചി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി വെച്ച ഇറച്ചിയിലോട്ട് 3/4 ഭാഗം വെള്ളം പാർന്ന് മഞ്ഞപ്പൊടി ഉപ്പിട്ട് ഒന്ന് വേവിച്ചിട്ട് ഒരു 6 വിസിലെങ്കിലും മിനിമം അടിക്കണുണ്ടോ. അങ്ങനെ വെന്തറച്ചി നേരെ ഒരു കട്ടിംഗ് ബോർഡിലോട്ട് വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിട്ട് അരിഞ്ഞെടുക്കുക. അതിനുശേഷം മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എന്ന് കണ്ട സകലമാന പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കോഴിമുട്ടിയും കോൺഫ്ലവർ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴത്തേന് ഞാൻ ഒരു ആഡംബര ഊണും കഴിച്ചിട്ടോ. ആഫ്റ്റർ 1 or 2 hours ഞാനൊരു ചട്ടി എടുത്ത് നേരെ അടുപ്പത്തോട്ട് വെച്ച് ഇച്ചിരി ഓയിലും പറഞ്ഞ് ഒന്ന് എണ്ണ ചൂടായി വരുമ്പോൾ ഇച്ചിരി കറിവേപ്പിലും കൂടി ഇട്ടെടുത്തിട്ടോ. അതിനുശേഷം മാരിനേറ്റ് ചെയ്ത ബീഫ് ഓരോന്നെല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് ഇട്ടെടുത്ത് നന്നായിട്ട് പൊരിച്ചെടുക്കും. ഓവർ ഡ്രൈ ആവാൻ പാടില്ല കേട്ടോ. എന്നാ പിന്നെ ബീഫ് കൊണ്ടാട്ടം കല്ല് കൊണ്ടാട്ടായി പോകും. അതേ ചട്ടിയിലോട്ട് നീളത്തിലരിഞ്ഞ സവാളയും ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. വഴഞ്ഞ ഒന്ന് സവാളയിലോട്ട് ഉണക്കമുളക്, ഗ്രീൻ ചില്ലി സോസ്, റെഡ് ചില്ലി സോസ്, കുരുമുളക് പൊടിയും മുളക് പൊടിയും എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലോട്ട് ഇച്ചിരി വെള്ളം പറഞ്ഞ് നമ്മൾ ബീഫ് പൊരിച്ചതും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യട്ടോ. അങ്ങനെ നമ്മള് ബീഫ് കൊണ്ടാട്ടം റെഡി ആയിട്ടോ. ഇനി ഒരു പാത്രത്തിലോട്ട് തട്ടി അങ്ങനെ കഴിക്കുക. അടുത്ത് എന്തുണ്ടാക്കണമെന്ന് താഴെ കമന്റ് ചെയ്യുക. ആരും കമന്റ് ചെയ്യാതിരിക്കരുത്, ഞാൻ നാണം കെടും. നമുക്കിനി അടുത്ത വീഡിയോ കാണാം.